Namaste and welcome back to our channel. So, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ അഞ്ചാമത്തെ ദിവസമാണ്. അഞ്ചാമത്തെ ദിവസം മാത്രമല്ല 5ഉം 6ഉം നമ്മൾ ഈ ഒറ്റൊരു വീഡിയോയിലാണ് ചെയ്യാൻ പോണത്. കാരണം അഞ്ചാമത്തെ ആ ഹോം റെമഡി നമ്മൾ ഹെയറിൽ ചെയ്യേണ്ടത് രാത്രിയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ആ ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ അഞ്ചാമത്തെ ദിവസം നിങ്ങളുടെ മുടിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി ഞാനിപ്പോൾ ഇവിടെ ഒരു ഹെയർ സിറം റെഡിയാക്കുന്നുണ്ട്. ഈ ഹെയർ സിറം രാത്രി നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് രാത്രി ഫുള്ളും വെക്കുക. അപ്പോൾ നമ്മൾ ഹെയർ സിറം എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാരഷൂട്ടിൻ്റെ ആണ്. അടുത്ത് നമുക്ക് വേണ്ടതാണ് ഒരു 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ, 1 അല്ലെങ്കിൽ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കറ്റാർവാഴ ഇട്ട് കൊടുക്കാം. നിങ്ങൾ കയ്യിൽ ജെല്ലാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം അരച്ചെടുത്തത് എണ്ണയ്ക്കകത്താണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിപ്പയിലിട്ടിട്ട്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബോട്ടിലോട്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ സിറം നമ്മളെ മുടി പൊഴിച്ചിൽ നിൽക്കാനും മുടി പെട്ടെന്ന് തന്നെ വളരാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ സിറം നമുക്കിതേപോലെ സ്കാൽപ്പിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നടന്ന് പെട്ടെന്ന് തന്നെ മുടി വളരാനും മുടി പൊഴിച്ചിൽ നിൽക്കാനും ഇത് സഹായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു കുഞ്ഞു പഞ്ഞിയിൽ മുക്കിയിട്ട് നിങ്ങളെ സ്കാൽപ്പിൽ തേച്ച് കൊടുത്താലും മതി. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കറിവേപ്പില, ഇതിൽ അമിനോ ആസിഡ് ആൻഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. ഇത് പെട്ടെന്ന് തന്നെ മുടി വളർത്താനും മുടി പൊഴിച്ചിൽ നിർത്താനും നമ്മളെ ഹെയർ റൂട്ട്സിനെയൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി പൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. ഇത് നമ്മൾ ഇതേപോലെ തേച്ചിട്ട് രാത്രി ഫുള്ളും വെച്ചിരിക്കുക. എന്നിട്ട് രാവിലെ നമ്മൾ മുടി കഴുകിയാൽ മതി. അപ്പോൾ നമ്മൾ ഹെയർ സിറം നമ്മൾ രാത്രി തൊട്ട് രാവിലെ വരെ നമ്മൾ മുടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളൊരു ഹെയർ പാക്ക് റെഡിയാക്കാൻ പോവാണ്. ഈ ഹെയർ പാക്ക് നമ്മൾ മുടിയിലും സ്കാൽപ്പിലും കൂടെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ നമ്മുടെ മുടി നമുക്ക് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് കാണാം. ആദ്യമായിട്ട് വേണ്ടതാണ് കുറച്ച് തേങ്ങേനെ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങേനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നിങ്ങളിതിനെ ഫ്രിഡ്ജിൽ വെക്കുക 6 മണിക്കൂർ വരെ. അതിന് ശേഷം നമുക്കിതിൻ്റെ ക്രീം എടുക്കാം. നമ്മൾ തേങ്ങ അരച്ചതിൻ്റെ പാലെടുത്തിട്ട് ഫ്രിഡ്ജിൽ 6 മണിക്കൂർ വരെ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം അടിയിലും പാലിൻ്റെ ക്രീം മുകളിലുമായിട്ട് വരും. അപ്പോൾ ആ ഫ്രഷ് ക്രീമാണ് നമുക്ക് വേണ്ടത്. കാരണം ഇതിലാണ് അതിൻ്റെ പ്രോട്ടീൻസ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ക്രീംസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെമ്പരത്തി പൂവിൻ്റെ ഇതളിട്ട് കൊടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ വെറും 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളെ മുടിയിലും സ്കാൽപ്പിലും കൂടെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി മുടിയിൽ കറുവേപ്പിലയുടെ ഹെയർ സിറം തേച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതുവരെ മുടി കഴുകിയിട്ടില്ല. മുടി കഴുകാതെ തന്നെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഹെയർ പാക്ക് നമ്മളെ മുടിയിലോട്ട് നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഹെയർ പാക്ക് നമ്മളെ മുടിയിലും സ്കാൽപ്പിലും കൂടെ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നടന്ന് പെട്ടെന്ന് അതിന് മുടി വളരാൻ വേണ്ടി സഹായിക്കും. നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള തേങ്ങാപ്പാൽ, ഇത് നമ്മളെ മുടി ഡ്രൈ ആയിട്ടുള്ള മുടി, ഡാമേജ്, റഫായിട്ടുള്ള മുടിയൊക്കെ നന്നായിട്ട് സ്മൂത്തും ചെയ്യാനും ഷൈനി ആക്കാനും ഇത് സഹായിക്കും. ഇത് നമ്മളെ മുടി പെട്ടെന്ന് തന്നെ വളർത്താനും ഇത് സഹായിക്കും. അടുത്ത് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂവിൽ വൈറ്റമിൻ സി, അമിനോ ആസിഡ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മളെ മുടി പെട്ടെന്ന് തന്നെ വളർത്താനും മുടി പൊഴിച്ചൽ നിർത്താനും നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നടത്താനും ഇത് സഹായിക്കും. ഈ പാക്ക് 20 മിനിറ്റ് വരെ നമ്മൾ ഹെയറിലും സ്കാൽപ്പിലും കൂടെ നമ്മൾ തേച്ച് വയ്ക്കാൻ ശേഷം പച്ചവെള്ളത്തിൽ നമ്മളെ മുടി നന്നായിട്ടൊന്ന് കഴുകുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മുടി വളരാനും മുടി നന്നായിട്ട് സോഫ്റ്റ് ആകാനും ഇത് സഹായിക്കും. ഗായ്സ്, ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.